ഹലോ, അസ്സാം വലൈക്കും. എൻ്റെ പേര് ഷാക്കിർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വാട്സപ്പിലൂടെ എങ്ങനെ നമ്മൾ സ്മാർട്ട് ആകാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ബിസിനസ് വർദ്ധിപ്പിക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം വാട്സപ്പ് ഒന്ന് ഓപ്പൺ ആക്കാം. ഹലോ, നമ്മൾ വാട്സപ്പ് ഓപ്പൺ ആക്കാം. വാട്സപ്പ് ഓപ്പൺ ആക്കി ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്ര എഡ്യൂക്കേറ്റഡ് അല്ല, നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല, വായിക്കാനും അറിയില്ല, എഴുതാനും അറിയില്ല. നമ്മൾ സ്മാർട്ടാണ് നമ്മളെ മെയിൻ അജണ്ട. അപ്പോൾ സ്മാർട്ട് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാത്തിനും ആപ്പുകൾ ഉപയോഗിക്കാം. വിദ്യാഭ്യാസം ഒരു പ്രശ്നമേ അല്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യുന്നതിൻ്റെ കാരണം ഞാൻ അൺപടാണ്. അപ്പോൾ എൻ്റെ എല്ലാ ഫോളോവേഴ്സിനും ഇതേമാതിരിയുള്ള ഫോളോവേഴ്സിനെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ മെയിൻ പരിപാടി. ഓക്കെ, നമ്മൾ ആദ്യം ChatGPT വാട്സപ്പിലുണ്ടോ എന്നുള്ളത് ഇതാ. ChatGPT വാട്സപ്പിലുണ്ട്. എങ്ങനെയാണ് ChatGPT വാട്സപ്പിൽ കൊണ്ടുവരും? ChatGPTയിൽ എങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യാം? ടെസ്റ്റിന് നമുക്ക് ഇംഗ്ലീഷ് അറിയണ്ടേ? ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കീവേഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കീവേഡ് ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ ഈ കീവേഡ് കൊടുക്കുക, മൈക്ക് കൊടുക്കുക. ഹായ്, ഹൗ ആർ യു ഉണ്ടോ? മുപ്പത് റിട്ടേൺ തരാൻ നോക്കട്ടെ. മെസ്സേജ് വന്നു. ഇതേപോലെ എന്ത് കാര്യം ഉണ്ടെങ്കിലും സ്പീക്കറിലൂടെ പറയാം, ടൈപ്പായി വരും. ChatGPT മെസ്സേജ് തരും, അതിനെ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി സ്പീക്കർ ഈ ടൈപ്പിങ്ങിന് ഇത് നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്ന് വിചാരിക്കാം. സെക്കൻഡ് ഓപ്ഷനിലേക്ക് നമുക്ക് പോവാം. നേരെ പോവാം. ഈ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഗൂഗിൾ ട്രാൻസ്ലേറ്റിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിലേ സ്പീക്കർ ഉണ്ട്. ഈ സ്പീക്കർ നിൽക്കാൻ നിങ്ങൾക്ക് ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ. ഈ സ്പീക്കർ നിൽക്കുക. ഏത്? ഈ ആൾ വീണാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മലയാളത്തിൽ വേണമെങ്കിൽ മലയാളം ടൈപ്പ് ചെയ്യാൻ സമയമില്ലെങ്കിൽ അതും കിട്ടും. ഇംഗ്ലീഷ് വേണമെങ്കിൽ മലയാളത്തിൻ്റെ ഇതും കിട്ടും. നേരെ കോപ്പി ചെയ്യുക, കൊണ്ടുപോയിടുക. ഇനി മലയാളം വേണ്ടിയെന്നുണ്ടെങ്കിൽ മലയാളം കോപ്പി ചെയ്യുക, കൊണ്ടുപോയിടുക. ഈ മലയാളം കോപ്പി ചെയ്ത് കൊണ്ടുപോയിടുക. എവിടെ കൊണ്ടുപോവുക? നേരെ വാട്സപ്പ് പോവുക. ഇവിടെ വേണമെങ്കിൽ നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 2 സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ പോകുമ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നമ്മളെ മെയിൻ ബോഡ്കാസ്റ്റ് ലിസ്റ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എത്ര ആളെ പേരും വേണമെങ്കിലും ആഡ് ചെയ്യാം, എത്ര ആളെ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിവിടെ ഒന്നിൽ 116 ആളെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്രണ്ട്സിൽ നമ്മൾ എത്ര വേണമെങ്കിലും ഒന്നിൽ 14 ആളെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പേര് വേണമെങ്കിൽ കൊടുക്കാം. ഇത് ഫ്രണ്ട്സ് എന്നാണ്. ഫ്രണ്ട്സ് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇവർക്ക് എല്ലാവർക്കും നമ്മൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഞാനൊരു മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും കിട്ടും. അവർക്ക് കിട്ടുമ്പോൾ എന്തായിരിക്കും? സിംഗിൾ മെസ്സേജ് ആയിട്ട് നമ്മൾ പേഴ്സണലായിട്ട് അയച്ചതായിട്ട് അവർക്ക് തോന്നും. ഇപ്പോൾ ഫ്രണ്ട്സായിട്ട് നമ്മളൊന്ന് കുറച്ച് ക്രിയേറ്റ് ചെയ്യാം. ഫാമിലീനെ ക്രിയേറ്റ് ചെയ്യാം. ഗേൾ ഫ്രണ്ട്സ് കൂടുതലുണ്ടെങ്കിൽ ഗേൾ ഫ്രണ്ട്സായിട്ട് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ജോബ്, കസ്റ്റമേഴ്സ്, അങ്ങനെ പലതുമായിട്ട് നിങ്ങളിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ചെയ്യാം? ഓരോ മെസ്സേജ് കൊണ്ട് നമ്മൾ സ്മാർട്ട് ആവുക എന്നുള്ളതാണ്. ഒറ്റ മെസ്സേജ് കൊണ്ട് എല്ലാവർക്കും വിവരം കിട്ടും. കോമൺ മെസ്സേജ് കേട്ടോ, പേഴ്സണൽ മെസ്സേജ് അല്ല. കോമൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, ഹായ് ഹൗ ആർ യു, അങ്ങനത്തെ മാതിരിയുള്ള കുറേ കോമൺ മെസ്സേജുകളാണ്. അല്ലെങ്കിൽ ബാക്കപ്പ്, നമ്മൾ ഫോളോ അപ്പ് ഒക്കെ ഉണ്ടല്ലോ കസ്റ്റമേഴ്സിൻ്റെ, ആ ഫോളോ അപ്പുകളൊക്കെ ചെയ്യാം. ഓക്കെ, 2 ബിസിനസ് ടൂൾ ഉണ്ടല്ലോ, ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പം കാറ്റലോഗ് ക്ലിക്ക് ചെയ്യാം. കാറ്റലോഗ് ക്ലിക്ക് ചെയ്യുക, ഇതുപോലത്തെ ഒരു വിൻഡോ ഓപ്പൺ ആവും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ റിയൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് എൻ്റെ പ്രോപ്പർട്ടികളും അതിൻ്റെ ഡീറ്റെയിൽസുകളും മുഴുവനും ഞാൻ ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും 2 BHK ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഇതിനകത്തുണ്ട്. വീഡിയോസ് കണ്ടാണ്. വീഡിയോസ് നമുക്ക് ഇതേമാതിരി പ്ലേ ചെയ്തിട്ട് കാണും ചെയ്യും. ഓക്കെ, ഉദാഹരണം ഇതൊക്കെ ട്രെയിൻ സമയമില്ലാത്തതുകൊണ്ട് വളരെ കുറച്ച് പറഞ്ഞു പോവാണ്. ഇതൊക്കെ ഇതിൽ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഏത് കസ്റ്റമറെ നമ്മൾ വിളിക്കുന്നത് വെച്ചാൽ ആ വിളിക്കുന്ന സമയത്ത് നമുക്ക് ഇവർക്ക് ഈ ലിസ്റ്റ് ഒന്നല്ലെങ്കിൽ മൊത്തം ലിസ്റ്റ് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. ഓരോന്ന് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. അയച്ചു കൊടുക്കുന്നത് ഇങ്ങനെ അയച്ചു കൊടുക്കാം, ഇതിൽ നിന്ന് അയച്ചു കൊടുക്കാം. പോരാത്തത് ഇപ്പോൾ നമ്മൾ സാധാരണ മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൊക്കേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യാറില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് CPI ലൊക്കേഷനൊക്കെ നമ്മൾ അയച്ചു കൊടുക്കാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ട് കണ്ടോ കാറ്റലോഗ്. ഇത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് ഓരോന്ന് വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ ഇത് ക്ലിക്ക് കൊടുക്കുക. ഇത് 2 വേണമെങ്കിൽ കൊടുക്കുക, 3 വേണമെങ്കിൽ കൊടുക്കുക. സെൻഡ്. ഓക്കെ, ലെറ്റ്സ് ഗോ. അടുത്തത് ലിങ്ക് ഡ്രൈവ്. നമ്മളെ
വെബ്സൈറ്റിലോ ഏതെങ്കിലും ആപ്പിൽ ഏതെങ്കിലും ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കാം, റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും നിങ്ങൾ ഓൺ ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യാതെക്കണമെങ്കിൽ ഇത് റിമൂവ് ചെയ്തിടാം. പിന്നെ നമ്മൾ വീണ്ടും ടൂൾസിൽ പോയി കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റീപ്ലൈ മെസ്സേജസ് ഉണ്ട്, ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. റീപ്ലൈ മെസ്സേജസ് ചെയ്യാം, ചെയ്താണ് ക്വിക്ക് റീപ്ലൈ ചെയ്തിട്ടാണ് എല്ലാവർക്കും അപ്പൊക്കെ റീപ്ലൈ ചെയ്യും. മെസ്സേജുകൾ കണ്ടൻറ്റ് ഞാൻ പല ആൾക്കാർക്കും കണ്ടിട്ടുണ്ട്. ഐ ആം നൗ ബിസി, ലെറ്റ് മീ നോ ആഫ്റ്റർ ഹാഫ് ആൻ അവർ. അങ്ങനത്തെ മെസ്സേജുകളൊന്നും ചെയ്ത് വെക്കരുത്. നമ്മൾ സ്മാർട്ടാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട്, ഒരു ജസ്റ്റ് എഴുതിയിടുക, ഹായ് ജസ്റ്റ് നൗ ഐ ആം ദ മീറ്റിങ്ങോ, അങ്ങനത്തെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിടുക. ഓക്കെ, ലേബിൾസ് എന്ന് പറഞ്ഞിട്ടൊരു കണ്ടോ നിങ്ങൾ താഴെ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം പലയാതി കളറുകളിൽ. ഈ കളറിൽ ഇത് കണ്ട 1BH ഇത് ഞാൻ ആഡ് ചെയ്തതാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ എഡിറ്റിങ്ങും ചെയ്യാം. ഇതില്ല. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമേഴ്സ് വാട്സപ്പിൽ മെസ്സേജ് വന്നു ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ മെസ്സേജ് വന്നു എന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു മെസ്സേജ് വരട്ടെ, ഏതെങ്കിലും ഇയാളിപ്പോൾ ജോബ് വേണ്ടി ഇത് മെസ്സേജ് വന്നു. ഇയാളെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കളറിൽ കൊടുക്കാം. ഏതെങ്കിലും ഒരു കളറിലേക്ക് കൊണ്ടുപോയാൾ എവിടെ നേരെ കൊണ്ടു. ഇയാൾ 2BHK അന്വേഷിച്ച കസ്റ്റമറാണെന്നെങ്കിൽ അയാളെ ഇവിടെ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇനിയിപ്പോൾ നമുക്ക് 2BH അന്വേഷിച്ച കസ്റ്റമർ വേണമെന്നുണ്ടെങ്കിൽ നേരെ ആ സെറ്റിങ്സിൽ പോകുന്നു. നമ്മൾ ഐഡിയിൽ നമ്മൾ ഓരോരുത്തർക്കും ഓരോന്ന് ബിസിനസ് ആയിക്കാരപ്പോൾ ആ ബിസിനസ്സിൻ്റെ കണ്ടൻറ്റ് എഴുതി വെക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോ അതല്ലെങ്കിൽ ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ നമുക്കത് മിസ്സായി പോയിട്ടുണ്ടാവും. അപ്പോൾ അതിന് മിസ്സാവാതെക്കാൻ വേണ്ടിയിട്ടാണ് 2BHKൻ്റെ കണ്ടൻറ്റ്. കണ്ടോ, അയാളെ നമ്പറോട് സേവ് ആയി. ഇനി അയാൾക്ക് വേണമെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്യാം. അയാളെ പേര് ഞാൻ സേവ് ചെയ്തിട്ട് പോലുമില്ല കണ്ടോ, എങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ആളെ സേവ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷനാണ്. എല്ലാവരും പേര് സേവ് ചെയ്ത് വെച്ചാൽ പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഓർമ്മ ഉണ്ടാവില്ല. നമ്മളെ മെയിൻ സ്മാർട്ട് ആവുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇന്നിത്ര. നാളെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരാം. നാളെ നമുക്ക് ജോബ് എങ്ങനെ സെർച്ച് ചെയ്യുക എന്നുള്ള വീഡിയോ ആയിരിക്കും. എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഒരു ലൈക്ക് അടിച്ചോളൂ. താങ്ക് യു.